അവർക്ക് അവരുടെ സമ്മർദ്ദം ഉണ്ടാവുമായിരിക്കും. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഉള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇതിന് തല്ലാൻ പറ്റുന്ന SFIയിലുള്ള പിള്ളേർ ഞാൻ തോന്നുന്നു ഈ പിള്ളന്മാരെയും കൂട്ടി ഏട്ടനെ മർദ്ദിച്ചു. ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങളെ മോനും വേറൊരു പയ്യനും കൂടി അന്ന് ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഈ വീട്ടിലേക്ക് പോകാൻ നമുക്ക് പ്രശ്നം പറഞ്ഞ് വിളിക്കാൻ തന്നു. ബ്രാഞ്ച് സെക്രട്ടറി അയാൾ ചോദിച്ചു നിന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഈ അമൽ എന്ന് പറയുന്ന പയ്യനാണ്, ഓൻ SFIന്റെ ഉള്ളതാണ്. എങ്ങനെയാ പിടിച്ച് മാറ്റുക? പിള്ളേർ കടന്നൽ കൂട് പോലെ വന്നിട്ട് അടിച്ചിട്ട് പരിക്കേൽപ്പിച്ചിട്ട് പോയി. മർദ്ദനത്തിന്റെ മുകളിൽ രാഷ്ട്രീയമില്ല, ഈ വ്യക്തികൾ ചെയ്ത ബന്ധിത്തരാണ്. പക്ഷെങ്കിൽ ഇവരാരാ സംരക്ഷിക്കുന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. നമസ്കാരം. വഴിമുടക്കിക്കൊണ്ട് ബൈക്ക് പാർക്ക് ചെയ്തത് ചോദ്യം ചെയ്തതിന് സഖാവിന് കുട്ടി സഖാക്കളുടെ വക പുതിരത്തല്ല. കണ്ണൂർ പറശ്ശിനിക്കടവ് സ്വദേശിയും പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ മുത്തപ്പൻ കോലധാരിയുമായ സുശാന്തിനാണ് ഇത്തരത്തിൽ ഗുരുതരമായ മർദ്ദനമേറ്റത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സംഭവം. സുശാന്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ രാഹുൽ എന്നയാൾ വാഹനം റോഡിന് കുറുകെ പാർക്ക് ചെയ്തുകൊണ്ട് തന്റെ സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു. ഇത് സുശാന്ത് ചോദ്യം ചെയ്തത് രാഹുലിനെ ചൊടിപ്പിക്കുകയും തുടർന്ന് രാഹുൽ സുശാന്തിനെ പിന്തുടർന്ന് സുശാന്തിന്റെ വീട്ടിലെത്തുകയും ജാതി അധിക്ഷേപം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. വലിയ രീതിയിലുള്ള അസഭ്യം പറച്ചിൽ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ രാഹുലിനൊപ്പം ഉണ്ടായിരുന്ന അമൽ എന്ന യുവാവ് പ്രദേശത്തെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ മകൻ കൂടിയായിരുന്നു. ഇക്കാരണത്താൽ തന്നെ സുശാന്ത് ബ്രാഞ്ച് സെക്രട്ടറിയുടെ അടുത്തെത്തി പരാതി പറയുകയും തുടർന്ന് പ്രശ്നം പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറി സുശാന്തിനെ വീട്ടിലേക്ക് വിളിക്കുകയുമായിരുന്നു. ഇതിനിടെ ഈ വിവരം അറിഞ്ഞ രാഹുൽ തന്റെ സുഹൃത്തുക്കളെയും കൂട്ടി, തന്റെ സുഹൃത്തുക്കളായ SFIക്കാരുടെ സംഘത്തെയും കൂട്ടി സുശാന്തിന്റെ അടുത്തെത്തുകയും സുശാന്തിനെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ സുശാന്തിനെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്ന സുശാന്തിന്റെ സഹോദരനായ നിശാന്താണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ അടിച്ചവരും കമ്മ്യൂണിസ്റ്റുകാരാ. എന്റെ ഏട്ടൻ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുമ്പോ പിന്നെ ഈ ഒരു മെയിൻ റോഡ് നമ്മുടെ പോക്കറ്റ് റോഡാണ്. അപ്പൊ പോക്കറ്റ് റോഡിലേക്ക് കയറുന്ന വഴിക്ക് പിന്നെ ഒരു ബൈക്കിൽ ആടെ റോഡിന് മുട്ടിൽ ഒരു അമല് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്. ഓൻ SFIയിലുള്ളിയാണ്. അവന്റെ അച്ഛൻ ലോക്കൽ സെക്രട്ടറി അല്ല ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അപ്പൊ ആടുന്ന് ഇവര് നടുറോട്ടിൽ വണ്ടി വെച്ച് വർത്താനം പറയുമ്പോ ഏട്ടൻ പറഞ്ഞു ഏതാ കുറച്ച് സൈഡാക്കി വെച്ചിട്ട് വർത്താനം പറയുന്നത്. അപ്പൊ ഏട്ടൻ വണ്ടി എടുത്ത് അങ്ങ് പോയി. അപ്പൊ അതിനകത്തില്ല ബൈക്കിലിരുന്ന ആ സഖാവിന് നേതാവ് ഞാൻ ഇതിന്റെ രാഷ്ട്രീയക്കാരൊക്കെ ആവശ്യമില്ല. അപ്പൊ ഈ ചെക്കന് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ പറഞ്ഞത്. അപ്പൊ ഓൻ അത്ര പിന്തുണന്നിട്ട് എന്റെ വീട്ടിലേക്ക് വണ്ടി പോയിട്ട് മേലെ റോഡ് സൈഡിൽ വണ്ടി വെച്ച് താഴേക്ക് ഇറങ്ങുമ്പം ഇവൻ ചീത്ത പറഞ്ഞു. അത് പറയാൻ കഴിയില്ല, അത്രയും വൃത്തിയായിട്ട് ചീത്തല്ല. ഏട്ടൻ ചീത്ത നീ വണ്ടി എടുത്ത് മാറ്റാൻ പോയിട്ട് ചീത്ത വാക്ക് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് ഏട്ടൻ ചോദിച്ച് പിന്നെ നീ തന്നെ തല്ലാൻ പറഞ്ഞു. അല്ല നിന്റെ അമ്മക്ക് കൂട്ടിക്ക് വന്നു. അപ്പൊ ഏട്ടൻ മേലേക്ക് കയറി പോകുമ്പോ ഇവൻ പിന്നെ ജാതി അധിക്ഷേപം, ചീത്ത, കൊലവിളി, പിന്നെ വീട് കത്തിക്കും ഇതെല്ലാം പറഞ്ഞ് ബൈക്ക് എടുത്തിട്ട് പോയി. അപ്പൊ ഏട്ടന് ഈ ബാക്കിൽ മുന്നിലിരുന്ന അമല് ബ്രാഞ്ച് സെക്രട്ടറിന്റെ ലോക്കൽ സെക്രട്ടറി അല്ല ബ്രാഞ്ച് സെക്രട്ടറിന്റെ മോനെ മാത്രമേ ഏട്ടനെ അറിയൂ. അപ്പൊ ഓന്റെ ഈ ബ്രാഞ്ച് സെക്രട്ടറിയെ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങളെ മോനും വേറൊരു പയ്യനും കൂടി അന്ന് ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനൊരു ആരെ വിളിച്ചതെന്നുള്ളത് എനിക്ക് അറിയണം എന്നിട്ട് ഏട്ടൻ അയാളോട് പറഞ്ഞു. അപ്പൊ അയാളെ നിർദ്ദേശപ്രകാരം ഏട്ടൻ അവരെ വീട്ടിലേക്ക് പോകാൻ നമുക്ക് പ്രശ്നം പറഞ്ഞ് വിളിക്കാൻ തന്നു. അങ്ങനെ ബ്രാഞ്ച് സെക്രട്ടറി. അപ്പൊ ബ്രാഞ്ച് സെക്രട്ടറി വിളിച്ച പ്രകാരം ഏട്ടൻ വീട്ടിൽ പോയിട്ട് അയാളുടെ മോനാണില്ല, മറ്റേ ചീത്ത വിളിച്ചവരുടെ കൂടെ പോയിട്ടുള്ളത്. അപ്പൊ അയാളെ മോനെ വിളിച്ചു വരുത്തിയതിനു ശേഷം അയാൾ ചോദിച്ചു നിന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഈ അമൽ എന്ന് പറയുന്ന പയ്യനാണ്, ഓൻ SFIന്റെ ഉള്ളതാണ്. അപ്പൊ അമലിന്റെ നമ്പറിൽ കൊണ്ടുവന്നിട്ട് ഈ ബ്രാഞ്ച് സെക്രട്ടറി പിന്നെ അമലിനെ ഫോൺ വിളിച്ചിട്ട് വന്നു, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ, പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു സോറ് ഒറ്റക്ക് വന്നാൽ മതി, സോറ് പറഞ്ഞ് കൈ കൊടുത്തിട്ട് പോറ്, നാളത്തേക്കാണെങ്കിൽ ഇതിന്റെ സ്വഭാവം മാറുന്നതാണ്. അങ്ങനെ അവന് വെയിറ്റ് ചെയ്ത് ഏട്ടനാണ് നിന്നു. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ടും വരുന്ന കാണുന്നില്ല. അപ്പൊ ഏട്ടൻ അവര് ഇങ്ങനെ ഇനി വരുത്തുണ്ടാവില്ലെന്ന് വെച്ചിട്ട് മടങ്ങി വരാൻ പോവാൻ നോക്കുമ്പോൾ ഈ പയ്യൻ എന്തുകൊണ്ട് എടുത്തെന്ന് വെച്ചാല് മോറാക, തളിപ്പറമ്പ, പിന്നെ ബക്കളമായി ഏരിയ എന്നെല്ലാം ഇതിന് തല്ലാൻ പറ്റുന്ന SFIയിലുള്ള പിള്ളേർ ഞാൻ തോന്നുന്നു ഈ പിള്ളന്മാരെയും കൂട്ടി ഏട്ടനെ മർദ്ദിച്ചു.
ഈ ബ്രാഞ്ച് സെക്രട്ടറിന്റെ വീട്ടിന്റെ അടിയിൽ റോഡ് സൈഡിൽ വെച്ചിട്ടാണ് അടിച്ചത് കയ്യിലെ അല്ല ഈ ബ്രാഞ്ച് സെക്രട്ടറിയും പിന്നെ ഈ അടുത്തുള്ള 1-2 ആൾക്കാരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ 10-17 ആൾക്കാർ കൂടി ഒരാളെ എങ്ങനെ പിടിച്ചു മാറ്റുക? ഉള്ളത് കടന്നൽ കൂട് പോലെ വന്നിട്ട് അടിച്ചിട്ട് പരിക്കേൽപ്പിച്ചിട്ട് പോയതിനു ശേഷം പിന്നെ നമ്മൾ അന്നോടെ ഏട്ടന് കൈന്റെ വിരലിൽ ഒടിഞ്ഞിന്. എന്നിട്ട് ആശുപത്രിയിൽ പോയി, സാധാരണ ആശുപത്രിക്ക് തൽപ്പറമ്പ അഡ്മിറ്റാക്കിയിട്ട് പിന്നെ കളികളെല്ലാം മാറാൻ തുടങ്ങി. നമുക്ക് അനുകൂലം എന്നാ വെച്ചാല് എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരാണ്. അവർക്ക് അവരുടെ സമ്മർദ്ദം ഉണ്ടാവുമായിരിക്കും. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഉള്ളിൽ തീർക്കാൻ വേണ്ടിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ. അപ്പൊ കേസ് കൊടുത്തിട്ടെന്ന് വെച്ചാല് നമ്മൾക്ക് മൊഴിയെടുക്കാൻ വന്നു. മൊഴി എടുത്തിട്ട് പോയി. പക്ഷെ എഫ്ഐആറിൽ നമ്മൾ കൊടുത്ത മൊഴിക്കനുസരിച്ചുള്ളതല്ല കയറിയിട്ടുള്ളത്. പിന്നെ SC കാസ്റ്റ് ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുക്കിയിട്ട് അവര് അധിക്ഷേപിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ചേട്ടനാണ് മർദ്ദനമേറ്റത്. ശരിക്കും ചേട്ടൻ ഈ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളല്ലേ? അതെ അതെ അതെ. ഈ മർദ്ദിച്ചവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളല്ലേ? അതെ. അപ്പൊ എന്നിട്ടും പാർട്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും? അതായത് ചേട്ടനെ സംരക്ഷിക്കാത്ത എന്താണ്? ചേട്ടാ ഇപ്പൊ ഇവരാരാ സംരക്ഷിക്കുന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അവര് ഒരു പാർട്ടി നമ്മളെ വീട്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് പാർട്ടി നിങ്ങളെ കൂടി അങ്ങനെ സംരക്ഷിക്കാൻ നിങ്ങളെ കൂടി ഉണ്ടെന്ന് പറയുന്നത്. സ്റ്റേഷനിലെങ്കിൽ അയഞ്ഞ ഇതാണ് സാധാരണ ഒരു ഇടപെടൽ ഇല്ലാണ്ട് ഇത് ഇങ്ങനെ ബ്ലോക്കാക്കി വെക്കൂലല്ലോ. അതെ. അപ്പൊ ഈ മർദ്ദനത്തിന് രാഷ്ട്രീയം ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? മർദ്ദനത്തിന്റെ മുകളിൽ രാഷ്ട്രീയമില്ല. ഈ വ്യക്തികൾ ചെയ്ത രണ്ടിത്തരാണ്. പക്ഷെങ്കിൽ ഇവരാരാ സംരക്ഷിക്കുന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. സംശയിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് ആരാന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ സുശാന്തിന്റെ സഹോദരനായ നിശാന്ത് നമ്മളോട് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ജാതി അധിക്ഷേപം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കുന്നതിന് പോലീസ് മടിച്ചു. പോലീസ് ആരെയോ ഭയപ്പെടുന്നത് പോലെ തങ്ങൾക്ക് തോന്നിയിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുമ്പോഴും സുശാന്തിനെ നിർബന്ധപൂർവ്വം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഇവർ സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തു തന്നെയായാലും തന്റെ സഹോദരന് നീതി ലഭിക്കണം, തന്റെ സഹോദരനെ മർദ്ദിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ ആവശ്യം.